അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ വൈസ് ചാൻസലർ, ബഹുമാനപ്പെട്ട മഅ്ദിൻ ശില്പിയായ ഖലീൽ തങ്ങൾ, ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, അബ്ദുൽ അസീസ് ഫൈസി തുടങ്ങിയ പ്രമുഖരായ പണ്ഡിതന്മാരെ, മഹത്തുക്കളെ, വിദ്യാർത്ഥി മിത്രങ്ങളെ, മഅ്ദിൻ ഈ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. 10 വർഷം പ്രായമാണ് മഅ്ദിനുള്ളത്. 10 വർഷം കൊണ്ട് മഅ്ദിൻ കേരളത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണയിക്കുകയാണെന്ന് മുസ്ലിം സമൂഹത്തിനും ഇതര സമൂഹങ്ങൾക്കും വൈസ് ചാൻസലർ പോലെയുള്ള വിദ്യാഭ്യാസ വിചക്ഷണർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ്. മുസ്ലിം പാരമ്പര്യത്തിൻ്റെ മഹിതമായ മാതൃകകൾ നൽകിയ മണ്ണാണ്. സാംസ്കാരിക പൈതൃകങ്ങളുടെ ചിഹ്നങ്ങൾ ഒട്ടേറെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മണ്ണാണ്. പക്ഷേ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ അറിവ്, വിജ്ഞാനം ധ്രുവീകരിക്കുകയും മതപഠനം ഒരു വിഭാഗത്തിനും പൊതുപഠനം മറ്റൊരു വിഭാഗത്തിനുമായി ഓഹരി വച്ച് കൊടുക്കപ്പെടുകയും ചെയ്തു. സത്യത്തിൽ ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണത്. ഈ ദുരന്തം ഇവിടെ ഉണ്ടാക്കി തീർത്തത് ബ്രിട്ടീഷ് സാമ്രാജ്യ അധിപന്മാരും പണ്ഡിതന്മാരുമാണെന്നതിൽ തർക്കമില്ല. മലപ്പുറം ജില്ലയിൽ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ തുടങ്ങിയ മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു. അവർ ദർസ് നടത്തിയ പള്ളിയുടെ മുകളിൽ നിന്നു അകലെ കിടക്കുന്ന നക്ഷത്രങ്ങളോട് കഥ പറയുകയും ഹാലി നക്ഷത്രത്തെ നേരിട്ട് കാണുകയും ചെയ്ത വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ. അത്തരം പൊതുരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിവേചനമില്ലാതെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമുള്ള മലപ്പുറം ജില്ല ഈ നൂറ്റാണ്ടിൽ എന്തുകൊണ്ടോ പിന്നോക്കം നിന്നുപോയി. അതിൻ്റെ പരിഹാരമാണ് മഅ്ദിനിലൂടെ മുസ്ലിം സമൂഹം നേടിയെടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ ദൃഢമായ തീരുമാനങ്ങൾ, ലളിതമായ സമീപനങ്ങൾ സമൂഹത്തെ ആകർഷിക്കുകയും സമൂഹത്തിൻ്റെ പിന്തുണ നൽകാൻ സമൂഹം തയ്യാറാവുകയും നിങ്ങൾ മുന്നിൽ കാണിച്ചു തരൂ, ഞങ്ങൾ പിന്നാലെ വരാമെന്ന നിശബ്ദമായ പ്രഖ്യാപനം സമൂഹം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ വിജയമാണ് ഈ 10 വർഷത്തെ അനുഭവത്തിലൂടെ മഅ്ദിൻ നേടിയെടുക്കുന്നത്. മഅ്ദിന് ഇൻഷാ അല്ലാഹ് നൽകുന്ന സന്ദേശം സമൂഹം ഉൾക്കൊള്ളുകയും സമൂഹത്തിന് അനിവാര്യമായ മാറ്റങ്ങൾ സമീപഭാവിയിൽ തന്നെ ലഭിക്കുകയും ചെയ്യും. ഇന്നലെ രാത്രി ഞങ്ങളൊരു മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു മഅ്ദിൻ പൂർവ്വ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അദ്ദേഹം സ്പാനിഷ് ഭാഷ പഠിക്കുകയും അതിൽ PGയും MPhilഉമൊക്കെ നേടുകയും ചെയ്തു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായി. ഒരു പണ്ഡിതൻ, കേരളത്തിലൊരു പക്ഷേ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നവരുണ്ടാകില്ല, ഹിബ്രു ഭാഷ, സുറിയാനി ഭാഷ അറിയുന്നവരാരുമില്ലാത്തത് കൊണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇസ്രായേലി പണ്ഡിതൻ വന്നപ്പോൾ കേരളത്തിലൊട്ടാകെ അന്വേഷിച്ചു ഒരു ഹിബ്രുവോ പാരിസിയോ അറിയുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ. അവസാനം
മേലാറ്റൂരിനടുത്തുള്ള ബഹുമാനപ്പെട്ട സി ഹംസ സാഹിബ് മാത്രമായിരുന്നു പാർസി ഭാഷ അറിയുന്ന ഒരു പണ്ഡിതനായി കേരളത്തിലുണ്ടായത്. അദ്ദേഹത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുത്തുകയും ഈ ഇസ്രായേലി പണ്ഡിതൻ്റെ കൂടെ ഒരു മാസം ഇന്ത്യ ഒട്ടാകെ ചുറ്റിക്കറങ്ങുകയും ചെയ്തു എന്ന് മാത്രമല്ല, യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ഔപചാരികമായി പാർസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിയമിക്കുകയും ചെയ്തു. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ ബുഖാരി ദാവാ കോളേജിൽ നിന്നൊരു വ്യക്തി സജീർ വള്ളിക്കാട് ഹിബ്രു ഭാഷ പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. സ്പാനിഷ് ഭാഷ പഠിച്ച ഒരാൾ മഅദിലുണ്ടെന്ന് കേട്ടപ്പോൾ ലോകത്തെ മുഴുവൻ ഭാഷകളും പഠിക്കുന്ന പണ്ഡിതന്മാർ തലപ്പാവ് ധരിച്ച, താടി വെച്ച, വെള്ളക്കുപ്പായമിട്ട ആരുടെ മുന്നിലും ഇത് വേഷമാണ്, ഇത് സംസ്കാരമാണ്, ഇത് മതമാണ്, ഞങ്ങളുടെ ചിഹ്നമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരു വിഭാഗം ആളുകൾ ഇത്തരം ഭാഷാരംഗത്തും ശാസ്ത്രീയ രംഗത്തും സാമൂഹിക രംഗങ്ങളിലുമൊക്കെ ഉയർത്തെഴുന്നേൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. മിനിഞ്ഞാന്ന് ഒരു പ്രൊഫസർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുകയുണ്ടായി, ഈ കഴിഞ്ഞ നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് അത് സലഫികളുടേതും മൗദൂദികളുടേതുമൊക്കെ ആയിരുന്നു. 21-ാം നൂറ്റാണ്ട് സുന്നികളുടേതാണ്. ഒരു പ്രൊഫസർ, വളരെ ബുദ്ധിജീവിയായ ഒരു പ്രൊഫസർ വിലയിരുത്തുകയാണ്. ഒരു അമുസ്ലിം പ്രൊഫസറാണ് വിലയിരുത്തുന്നത്. 20-ാം നൂറ്റാണ്ട് വഹാബികളുടേതും അതുപോലെ മൗദൂദികളുടേതുമൊക്കെയായി വ്യാഖ്യാനിക്കപ്പെട്ടു എങ്കിൽ 21-ാം നൂറ്റാണ്ട് സുന്നികളുടേതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് സാർ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, മഅദിനും മർക്കസ് ഈ രണ്ട് സ്ഥാപനങ്ങൾ, മഅദിനും മർക്കസും ഈ രണ്ട് സ്ഥാപനങ്ങൾ അത് മനസ്സിലാക്കി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ആ പണ്ഡിതന്മാരുടെ AP അബൂബക്കർ മുസ്ലിയാർ അവരുടെയും അതുപോലെ ഖലീൽ തങ്ങളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് സമൂഹം ചലിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ചലനം ഒരു 10 വർഷം കഴിയുമ്പോഴേക്ക് സമൂഹം മുഴുവനും ഉൾക്കൊള്ളും, സമൂഹത്തിൻ്റെ മുഴുവൻ കൺട്രോളും ഈ സമൂഹത്തിൻ്റെ കയ്യിലേക്ക് വരും എന്നത് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. സ്വാഭാവികമായി 2-3 മാസങ്ങൾക്ക് മുമ്പേ ഈ കാര്യങ്ങൾ ഞങ്ങൾ പല IRTCയുടെ മീറ്റിങ്ങുകളിലും മറ്റുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഡോക്ടറേറ്റുള്ള ഇപ്പോൾ നോട്ട് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ഡോക്ടർമാരാണ്. ഡോക്ടറേറ്റുള്ള ഒരു മുസ്ലിം പണ്ഡിതൻ ആരായിരുന്നു ഇവിടെ? PG എടുത്ത ഒരു മുസ്ലിം പണ്ഡിതൻ സംസാരത്തിനിടയ്ക്ക് 2 വാക്ക് ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ടായിരുന്നു കരുനാഗപ്പള്ളി അബ്ദുൽ മൗലവിയും മറ്റുമൊക്കെ മുസ്ലിം സമൂഹത്തിൽ വലിയ ബുദ്ധിജീവികളാണെന്ന് പറയപ്പെട്ടത്. അതിൻ്റെ അർത്ഥം സമൂഹം ആഗ്രഹിക്കുകയായിരുന്നു വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും പഠിച്ച് ആനുകാലികമായ സമൂഹത്തിന് വിദ്യാഭ്യാസപരമായും ബുദ്ധിപരമായും നേതൃത്വം നൽകാൻ പറ്റിയ ഒരു നേതൃത്വത്തെ സമൂഹം കാത്തിരിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് സമൂഹത്തിന് ഇങ്ങനെയുള്ള നേതൃത്വം ലഭിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് കാണാം, യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ മഅദിൽ നിന്ന് മതബിരുദമെടുത്ത ഒരു പണ്ഡിതനായിരിക്കും. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളും, ഇപ്പോൾ പാലക്കാട്, കോട്ടയം, കൊല്ലം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇസ്ലാം കേട്ടുകേൾവി എന്ന് 18 വർഷം മുമ്പ് അൽ-ഇർഫാദ് മാസിക എഴുതിയപ്പോഴും ഇസ്ലാം കേട്ടുകേൾവി എന്ന് എഴുതിയപ്പോൾ പലരും വിമർശിച്ചു, കേട്ടുകേൾവിയോ? പക്ഷേ വളരെ ശക്തമായി അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചു. പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വാങ്ങി വിളിച്ച് നേരെ മദ്യഷാപ്പിലേക്ക് ഓടുന്ന ചെറുപ്പക്കാരൻ പിടിച്ചു. എന്താണ് പെട്ടെന്ന് ഓടുന്നത്? സാറേ, എൻ്റെ തൊഴിലവിടെയാണ്, വീട് ഇവിടെയുമാണ്. ഇത് അച്ഛന് പണ്ട് 971, 69, 71 കാലഘട്ടത്തിൽ കേരളം 3 ഔൺസ് റേഷൻ വാങ്ങിയ സമയത്ത് ക്ഷാമം ബാധിച്ചപ്പോൾ കള്ളക്കടത്തിലൂടെ അരി കടത്താൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് ആളുകൾ വന്ന് ക്യാമ്പ് ചെയ്ത പ്രദേശമാണിത്. മലപ്പുറത്തുകാർ വന്നപ്പോൾ അവരൊരു ചെറിയ പള്ളി ഉണ്ടാക്കി അവർക്ക് നിസ്കരിക്കാൻ. അവർ 71 തിരിച്ചു പോയപ്പോൾ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇതാ ഈ പള്ളി നിങ്ങൾ നോക്കണം, 1/2 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഇതാ വാങ്ങിയിരിക്കുന്നു,
ഇത് നിങ്ങൾ കൃഷി ചെയ്യണം, പള്ളി നോക്കണം, വാങ്ക് വിളിക്കണമെന്നും. അങ്ങനെ എൻ്റെ അച്ഛനായിരുന്നു വാങ്ക് വിളിച്ചിരുന്നത്. അച്ഛൻ മരിച്ച് 4 കൊല്ലമായി ഞാനാ വാങ്ക് വിളിക്കുന്നത്. നിസ്കരിക്കാൻ തൊഴാൻ എനിക്കറിയത്തില്ല. തൊഴുതേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ബാങ്ക് മാത്രമേ അറിയാമോ, ബാങ്ക് മാത്രം അറിയും, തൊഴുതാൻ അറിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ക് വിളിച്ചു പോകും 5 നേരവും വന്ന് എന്ന് പച്ചയായ തമിഴ് മലയാളം കലർന്നുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇത് മനസ്സിലാക്കും. അൽഹംദുലില്ലാ അത്തരം പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ കൊണ്ടോട്ടി ബുഖാരി ദേവ കോളേജിലെയും അതുപോലെ പാലായി ഹിദായയിലെയും അതുപോലെ രണ്ടത്താണി നുസ്രത്തിലെയും മാദിനിലെയും ഒക്കെ വിദ്യാർത്ഥികൾ കയറി ചെന്ന് ഇസ്ലാമിക പ്രബോധന ദഅവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ആഴ്ച ജിദ്ദയിൽ നിന്ന് നമ്മുടെ പ്രവർത്തകന്മാർ വിളിച്ചു പറഞ്ഞു, ഒരു പഞ്ചായത്തിനെ ഞങ്ങൾ സ്പോൺസർ ചെയ്തോളാം, ഏത് പഞ്ചായത്താണ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് അറിയിക്കണമെന്ന്. അപ്പോൾ സമൂഹത്തിന് നമ്മൾ നന്മ കാണിച്ചു കൊടുത്താൽ നന്മയുടെ വഴിക്ക് പണം തരാനും ആളെ തരാനും അറിവ് തരാനും സഹായങ്ങൾ നൽകാനും പിന്തുണയേകാനും ഒക്കെ നമ്മുടെ സമൂഹം തയ്യാറാണ്. അതുകൊണ്ട് ദഅവാരംഗത്തും അങ്ങനെയുള്ള സാമൂഹിക രംഗത്തും സാമ്പത്തിക മേഖല, മിനിഞ്ഞാന്ന് മറ്റൊരു ഡോക്ടർ സംസാരിച്ചു കൊണ്ടിരിക്കും പറഞ്ഞു എല്ലാം ഓക്കെ, പക്ഷേ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി ഇന്ന് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു വ്യവസ്ഥിതിയാണ്. 560ഓളം ഇസ്ലാമിക് ബാങ്കുകൾ ലോകത്ത് പ്രവർത്തിക്കുന്നു. അമേരിക്കയിലെ വലിയ ബാങ്കുകൾക്കൊക്കെ ഇസ്ലാമിക് ബ്രാഞ്ചുകളുണ്ട്. അമേരിക്കയിൽ, ന്യൂയോർക്കിൽ, വാഷിങ്ടണിൽ, ദുബായിലൊക്കെ അവർക്ക് ഇസ്ലാമിക് ബ്രാഞ്ചുകളുണ്ട്. കേരള ഗവൺമെൻറ് ഔദ്യോഗികമായി ഇസ്ലാമിക് ബാങ്കിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഡൽഹി സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കാത്തത് കൊണ്ട് നിൽക്കുകയാണ്. ആ ബാങ്കിന് ഒരു മുസ്ലിം പണ്ഡിതനെ ഡയറക്ടറായി നിയമിക്കാൻ തീരുമാനിച്ചു ബോർഡ്. പക്ഷേ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ അറിയുന്ന അതിലൊരു PG ഉള്ള ഒരു മുസ്ലിം പണ്ഡിതനെ കണ്ടെത്താത്തത് കൊണ്ട് ഗൾഫിൽ നിന്നൊരു പണ്ഡിതനെ കൊണ്ടുവന്ന് സ്ഥാനാരോഹണം കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക് എക്കണോമി അതൊരു പ്രബന്ധമായി എടുത്ത് അത് ഡോക്ടറേറ്റ് നേടാൻ നമുക്ക് സാധിക്കും. ഇസ്ലാമിക് എക്കണോമി എന്താണ്, അതിനെക്കുറിച്ച് അതൊരു വിഷയമാണ്. എല്ലാവരും കേരളത്തിലെ അറബി പാരമ്പര്യം, കേരളത്തിലെ മുസ്ലിം പാരമ്പര്യം, നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരുടെ വീരതിഹാസം, ഇങ്ങനെയുള്ള പ്രബന്ധം എഴുതി ഡോക്ടറേറ്റ് എടുത്താൽ പോരാ. ഇസ്ലാമിക് എക്കണോമിയെക്കുറിച്ച്, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച്, അതുപോലെ വെല്ലുവിളി നേരിടുന്ന മേഖലകളിൽ പുരോഗതി വരാൻ താല്പര്യമുള്ള മേഖലകളിലേക്ക് നമ്മുടെ റിസർച്ച് കയറി ചെല്ലണമെന്ന് ഈ സമയത്ത് വിനീതമായി അപേക്ഷിക്കുകയാണ്. ആ റിസർച്ച് നമ്മളെ ഫത്തുൽ മുഈൻ മതി റിസർച്ച് ചെയ്യാൻ. ഫത്തുൽ മുഈനിലെ കിതാബുൽ ബൈഉം കിതാബുൽ സക്കാത്തും അത് മതി. അതുപോലെ ഫിഖീൻ്റെ കിതാബുകൾ, തിജാറ മതി. നമുക്ക് നല്ല മനോഹരമായ റിസർച്ചുകൾ, 1 അല്ല 10 റിസർച്ചുകൾ ഒന്നിച്ച് ചെയ്യാൻ, 10 ആൾക്ക് വ്യത്യസ്ത വിഷയങ്ങളെടുത്ത് റിസർച്ച് ചെയ്യാൻ നമ്മുടെ ഫത്തുൽ മുഈനും നമ്മുടെ തുഹഫയും മാത്രം മതി. എമ്പാടും റെഫറൻസ് കിട്ടും. അങ്ങനെയുള്ള മേഖലകളിൽ റിസർച്ച് ചെയ്ത് ഡോക്ടറേറ്റ് നേടാനും MPhil നേടാനും ഒക്കെ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ സാന്നിധ്യം നമുക്ക് വല്ലാത്ത ആവേശമായി. അത്തരം ആളുകൾ നമ്മെപ്പറ്റി എന്തോ ഒരു അബദ്ധധാരണ വെച്ച് മാറി നിൽക്കുകയാണ്. മഅദീൻ വന്നപ്പോൾ അദ്ദേഹം കണ്ടു, ഈ തലീകെട്ടുകാർ അവർ വിചാരിച്ചതുപോലെയുള്ള സിഖുകാരെ കെട്ടല്ല ഈ കെട്ടിയിരിക്കുന്നത് എന്ന്. സിഖുകാരെ കെട്ടൊരു ആചാരക്കെട്ടാണ്. ഇത് ആചാരക്കെട്ടല്ല, ഇത് വിശ്വാസത്തിൻ്റെ കെട്ടാണെന്നും ഇത് പാണ്ഡിത്യത്തിൻ്റെ കെട്ടാണെന്നും ഇത് സാമൂഹിക ജ്ഞാനത്തിൻ്റെ കെട്ടാണെന്നും ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. സ്വാഭാവികമായും ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള തെറ്റിദ്ധരിച്ച് മാറി നിൽക്കേണ്ട സാഹചര്യത്തിൽ വളർന്നു കഴിഞ്ഞ പണ്ഡിതന്മാരെയും ബുദ്ധിജീവികളെയും ഒക്കെ തെറ്റിദ്ധാരണ നീക്കിയിട്ട് ഇപ്പോൾ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാർ 2 ആഴ്ച മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പഴയ കാലത്തൊക്കെ മൗലവിമാരെ കാണുമ്പോൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, നമുക്ക് തിരിയണ്ടാച്ചിട്ട്. ഇപ്പം അതിന് ധൈര്യമില്ല. പഴയ കാലത്തൊക്കെ മൗലവിമാരെ കാണുമ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കും, അവർക്ക് തിരിയില്ലല്ലോ എന്ന് കരുതിയിട്ട്. ഇപ്പോൾ ഞങ്ങളെക്കാളൊക്കെ ഇംഗ്ലീഷ് അറിയുന്നത് അരയക്കെട്ടുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അതിന് ധൈര്യമില്ല എന്ന് ഒരു സംസാര മധ്യേ അദ്ദേഹം പറയുകയുണ്ടായി. നമ്മളെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട്. അപ്പോൾ അത് അൽഹംദുലില്ലാ നമ്മൾക്ക് ഇംഗ്ലീഷ് വേണം. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്, അത് സംശയമില്ല, അത് സംശയമൊന്നുമില്ല. അത് കരുതി നമ്മൾ കക്കൂസ് പോകണല്ലേ,
അത് ഇങ്ങോട്ടാ നരകത്തിൻ്റെ തണ്ടല്ലേ കൂസ്, ദിവസം പോകാതെക്കാൻ പറ്റുമോ? അതുപോലെ ഒരാവശ്യമുള്ള ഭാഷയായ ഇംഗ്ലീഷ് ലോകത്ത് സ്വാധീനം നേടി. സ്പാനിഷും അതുപോലെ മറ്റ് ഭാഷകളും ജർമ്മൻ ഇറ്റാലിയന് ഒക്കെ നമുക്ക് പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഇബ്രു ഇറ്റാലിയനും അതുപോലെ സുറിയാനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മിഷണറിയൊക്കെ പിടിച്ചെടുത്ത് ഒറ്റ വാക്കിൽ നിർത്താൻ നമുക്ക് സാധിക്കും. മലയാളത്തിൽ കാണുന്ന ബൈബിളല്ല ഹിബ്രുവിലുള്ള ബൈബിള്, മലയാളത്തിലെ ബൈബിളിലുള്ള പ്രമേയങ്ങളല്ല ഹിബ്രുവിലും ലാറ്റിനിലും റോമനിലുമൊക്കെയുള്ള ബൈബിളിലുള്ളത്. വളരെ വ്യക്തമായ സത്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അവിടെ. മലയാളത്തിൽ ഓരോ 6 കൊല്ലം കൂടുമ്പോഴും എഡിറ്റ് ചെയ്തിട്ടാണ് ബൈബിൾ ഇറക്കുന്നത് പുതിയ സമൂഹത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി. അതുകൊണ്ട് മലയാളത്തിലോ തമിഴിലോ ഇന്ത്യയിലോ കാണുന്ന ബൈബിളിനപ്പുറം ഉള്ള ബൈബിൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിക ദഅവത്ത് നടത്തിയാൽ ക്രിസ്ത്യാനിസം എന്ന വിഭാഗം ലോകത്തുണ്ടാകില്ല, പിടിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ദഅവാ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാവുകയും, ദഅവാ കോളേജിലെ വിദ്യാർത്ഥികളാണല്ലോ കൂടുതലും, അപ്പോൾ ദഅവാ പ്രവർത്തനങ്ങൾക്ക് മാനസികമായി തയ്യാറാവുകയും ശക്തമായ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. ദഅവാ കോളേജിൽ നിന്ന് PG എടുത്ത് ഇനിയൊരു BEഡും എടുത്ത് അല്ലെങ്കിൽ TTCക്ക് പോയി ഒരു 4ാം ക്ലാസ് സ്കൂൾ മാഷാകാമെന്ന് തീരുമാനിക്കുന്ന പലരുമുണ്ട്. അതുപോലെ ഗൾഫിൽ പോയി അഡ്നോക്ക് പോയി പെട്രോൾ ഫില്ല് ചെയ്ത് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്നവരുമുണ്ട്. വളരെ വിനീതമായി പറയുന്നു, ഇങ്ങനെയുള്ള തരം താന്ന ജോലികളൊന്നും കിട്ടി ഡോളറുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടു ചെല്ലില്ല. നമുക്കൊരു 100 ആൾക്ക് ഹിദായത്ത് കൊടുത്താൽ, ഒരു 1000 ആൾ നമ്മൾ മുഖേന ഹിദായത്തിലായാൽ, നിസ്കാരം ശീലിച്ചാൽ, ഇസ്ലാം സ്വീകരിച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ്ദുന്യാ വമാ ഫിഹാ ദുനിയാവും മുഴുവനും നിനക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലത് ഒരാളെ ഹിദായത്താണ്. ആ ഹിദായത്ത് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ദഅവാ കോളേജുകൾ നമ്മുടെ പണ്ഡിതന്മാർ ആരംഭിച്ചത്. അതിലൂടെ പഠിച്ച് ബിരുദം നേടി അവസാനം ക്രോപ്പും ചെയ്ത് പിന്നെ ജീൻസും ധരിച്ച് സൂട്ടും ഏറ്റി അങ്ങനെ ഫ്ലൈറ്റ് യാത്ര നടത്തി ഞാൻ കുഞ്ഞാപ്പോയി ജീവിക്കാമെന്ന് വിചാരിക്കുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോട് പറയാം, പടച്ചോനെ ഈ വിചാരമൊക്കെ മാറ്റിത്തന്ന് ദഅവാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശധാരക്ക് മുഖ്യ പങ്കാളിത്തം സമൂഹത്തിൽ ഉണ്ടാക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകണേ. അതിനുവേണ്ടി പഠിക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാകണേ. നമ്മളെ സഹായിക്കുന്നവ, നമ്മളെ ഉസ്താദുമാർ, നമുക്ക് ഫണ്ട് തരുന്ന ആളുകൾ, പാവപ്പെട്ട ഗൾഫിലും മറ്റൊക്കെ ഉള്ള ഒരുപാട് ആളുകളുടെ ഫണ്ടാണ് നമ്മളെ സ്ഥാപനങ്ങളുടെ വിജയം. അവർക്കൊക്കെ അല്ലാഹു തആല സൗഭാഗ്യവും ബറക്കത്തും ഏകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം. വിനീതനായ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ച് അവസാനിപ്പിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.